ഇടിക്കാനുള്ള പണികളിലേക്ക് ഇപ്പോൾ വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് കടന്നിരിക്കുകയാണ്. അവർ JCB ഈ കിണറിന്റെ തൊട്ടടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ കിണറിന് തൊട്ടടുത്താണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. കാരണം കിണർ ഇടിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടാന എങ്ങോട്ടേക്കായിരിക്കും ഓടുക എന്നത് ആർക്കും ഒരു ഉറപ്പ് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കിണറിൻ്റെ ചുറ്റും നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നത് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളെ അടക്കം ആ ഭാഗത്ത് നിന്ന് മാറ്റുകയാണ്. ഇനി JCB തൊട്ടടുത്ത് എത്തിച്ചതുകൊണ്ട് തന്നെ ആ JCB കൊണ്ട് ആ കിണറിൻ്റെ ഒരു ഭാഗം ഇടിച്ച് ആ കാട്ടാനയെ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയൊരുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 5 മീറ്ററോളം ആഴമുള്ളൊരു കിണറാണ്, വ്യാസം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ കാട്ടാനയെ ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്തായാലും ഈ JCB അങ്ങോട്ട് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇത് പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയുള്ളൊരു വീടാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ JCBയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിന് തൊട്ടടുത്ത് കഴിഞ്ഞ വർഷം കാട്ടാന ഒരു കിണറ്റിൽ വീണപ്പോൾ അങ്ങോട്ടേക്ക് JCB അടക്കം കൊണ്ടുവരാൻ വലിയ പങ്കപ്പാടാണ് ഉണ്ടായിരുന്നത്. കാരണം കൃത്യമായ ഒരു വഴി പോലും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ കാട്ടാന ശല്യം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം ഇവിടെ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഏറെയും. അവരുടെ കൃഷി നിത്യവും ഈ കാട്ടാനയും കാട്ടുപന്നിയും ഒക്കെ വന്ന് നശിപ്പിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് ജനപ്രതിനിധികളെയും ഒക്കെ വിളിച്ച് വനം വകുപ്പിന്റെയും പോലീസിന്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ വീട്ടുകാരുമായി ഒരു ചർച്ച നടത്തി. അവർക്ക് നാളെ 1 ലക്ഷം രൂപയുടെ ചെക്ക്. അവിടെ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഇത്രയും നേരം എത്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ആദ്യത്തെ പ്രഥമ പരിഗണന കാട്ടാനയെ പുറത്തെത്തിക്കുക, കിണറ്റിൽ വീണ് കിടക്കുന്ന കാട്ടാനയെ പുറത്തെത്തിക്കാൻ തന്നെയാണ്. അതിനുവേണ്ടി ഇപ്പോൾ അവിടേക്ക് JCB മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. പോലീസും വനംവകുപ്പും സംയുക്തമായി ചേർന്നാണ് ഈ രക്ഷാദൗത്യം നടക്കുന്നത്. അവിടെ നിന്ന് ആളുകളെയൊക്കെ സുരക്ഷിതമായി തന്നെ മാറ്റിയിട്ടുണ്ട്. കിണറിടിച്ച് ആന പുറത്തിറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് ഓടുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്കൊക്കെ വനംവകുപ്പ് നീങ്ങുകയാണ്. പക്ഷേ വലിയ പ്രതിഷേധം മറുഭാഗത്ത് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.